10ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലെ ഡേറ്റാബേസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ചാപ്റ്ററിന്റെ 2 പ്രാക്ടിക്കൽ സെക്ഷനിലേക്കുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ചെയ്യുന്നത് ഈ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ. അപ്പോൾ നമുക്ക് ആദ്യം ലിബ്രെ ഓഫീസ് ബേസ് തുറന്നെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബ്രെ ഓഫീസ് ബേസ് എന്നുള്ള ക്രമത്തിൽ ഡേറ്റാബേസ് ഓപ്പൺ ആക്കി എടുക്കുക. ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്കൊരു നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫിനിഷ് ഓപ്ഷൻ കാണും. ഫിനിഷ് ചോദിക്കുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് കാണിച്ചു കൊടുക്കണം. എവിടെയാണോ നമ്മുടെ ഡേറ്റാബേസ് ഫയൽ എന്ന് പറയുന്നത് സേവ് ചെയ്യേണ്ടുന്നത് അതിനുള്ള ഡെസ്റ്റിനേഷൻ ആണ് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് പുതിയ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹോം ഫോൾഡർ തുറന്നിട്ട് അതിൽ സ്റ്റുഡൻസ് വർക്ക് 10 എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം. ആ ഫോൾഡറിനുള്ളിലേക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പേര് നൽകിയിട്ട് ഫയലിന് ഒരു നെയിം നൽകിയിട്ട് സേവ് ചെയ്യേണ്ടത്. ഇവിടെ ലൈബ്രറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു വർക്ക് ആയതുകൊണ്ട് ലൈബ്രറി പാളയംകുന്ന് എന്നുള്ള പേരിലേക്ക് നമ്മൾ ലിബ്രെ ഓഫീസ് ബേസിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ സേവ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ നമുക്ക് 4 ഓപ്ഷൻസ് കാണാം. അതിന് പ്രധാനമായിട്ട് 3 പാനൽസ് ആണുള്ളത്. ആദ്യത്തേത് ഡേറ്റാബേസ് പാനൽ. ആ ഡേറ്റാബേസ് പാനലിന് വീണ്ടും 4 ഫോംസ് ആയിട്ട് 4 ഡിവിഷൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടേബിൾസ്, ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട്സ് എന്നിങ്ങനെ നമുക്ക് 3 ഭാഗങ്ങളായി ഡേറ്റാബേസ് പാനലിൽ തന്നെ 3 പാർട്സ് കാണാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ പാനലാണ് ടാസ്ക് പാനൽ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം കാണിച്ചു തരുന്ന പാനലാണ് ടാസ്ക് പാനൽ എന്ന് പറയുന്നത്. മറ്റൊരു പാനൽ കൂടിയുണ്ട്, അത് വർക്ക് ഏരിയയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ കാണിക്കുന്ന ഒരു പാനലാണ് വർക്ക് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം ലൈബ്രറിക്ക് ആവശ്യമായിട്ടുള്ള ബുക്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യുന്ന ടേബിൾസ് ആയിട്ടാണ്. അപ്പൊ ടേബിളിനെ എങ്ങനെ നമുക്ക് ഡേറ്റാബേസിലൂടെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഡേറ്റാബേസിലെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ടേബിൾസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ടേബിൾസിന് തന്നെ 3 ടാസ്കുകളായിട്ട് 3 ഡിവിഷൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ, യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ടേബിൾ, ദെൻ ക്രിയേറ്റ് വ്യൂ. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പുതിയൊരു പാനലിലേക്കാണ് പോകുന്നത്. അതിൽ ഡിസൈൻ വ്യൂവിൽ തന്നെ 2 ഓപ്ഷൻസ് വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ഫീൽഡ് നെയിമും ഫീൽഡ് ടൈപ്പും. അപ്പൊ നമ്മുടെ ബുക്സിന് ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റ എല്ലാം എൻ്റർ ചെയ്യുന്നതാണ് ഫീൽഡ് നെയിമും. ഫീൽഡ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡിസൈൻ ചെയ്യുന്ന ഒരു ബുക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഫീൽഡുകളായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഫീൽഡ് നെയിമും ഫീൽഡ് ടൈപ്പും എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് കൂടി നമുക്ക് അതിനായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ലൈബ്രറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ബുക്സിന്റെ എന്തെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഫീൽഡ് നെയിമിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബുക്ക് നെയിം, ബുക്ക് നമ്പർ. അപ്പോൾ എല്ലാ ബുക്സിനും എന്ത് കാണും, ഒരു നമ്പർ കാണും. അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ട്, ഫീൽഡ് ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ തന്നെ ആയിരിക്കും, ഒരു ന്യൂമറിക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നമ്പർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്പർ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂമറിക് ആയിട്ട് കൊടുക്കണം. രണ്ടാമത്തേത് ബുക്ക് നെയിം ആണ്. ബുക്ക് നെയിം എന്ന് പറയുമ്പോഴത്തേക്ക് അത് എപ്പോഴും എന്തായിരിക്കും, ഒരു പേരായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ആയിരിക്കും. മൂന്നാമത്തേത് ഓതർ ആണ്. ഓതർ എന്ന് പറയുമ്പോൾ എന്താ, ബുക്കിന്റെ എഴുതിയ കർത്താവിന്റെ പേര് അല്ലെങ്കിൽ എഴുത്തുകാരന്റെ പേരാണ്. പേരെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിന്റെ ടൈപ്പ് എന്ന് പറയാം, ഫീൽഡ് ടൈപ്പ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ്. അടുത്തത് ബുക്ക് പ്രൈസ് ആണ്. ബുക്ക് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് എന്ന് പറയുമ്പോൾ ബുക്കിന്റെ വിലയാണ് കാണിക്കുന്നത്. വില എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഡെസിമലിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഫീൽഡ് ടൈപ്പ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഡെസിമൽ എന്നുള്ള രീതിയിലാണ്. അടുത്ത് പറയുന്നത് ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ്. ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ഡേറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഡേറ്റാ ബേസിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 2 ആരോ മാർക്സ് നമ്മൾ ആ നമ്പർ, ടെക്സ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ആരോ മാർക്ക് എൻ്റർ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ താഴേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടുള്ള ഓപ്ഷൻസും മുകളിലത്തെ ആരോ മാർക്ക് ആണെങ്കിൽ മുകളിലെ ഓപ്ഷൻസും എന്തെല്ലാം ഓപ്ഷൻസ് കാണാമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിൻഡോ ആണത്. ഇനി ഡേറ്റ് ഓഫ് പർച്ചേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നോവൽസിന്റെ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ബുക്സിന്റെ ഡീറ്റെയിൽസ്, അത് കാറ്റഗറി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള കാര്യമാണ്. അപ്പൊ ഏത് വിഭാഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോവലാകാം, അല്ലെങ്കിൽ കവിതയാകാം, എസ്സീസ് ആകാം, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ആകാം. അപ്പൊ അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് നമുക്ക് കാണിക്കേണ്ടത്. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ആണ്. ആ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ചിത്രം കൂടി നമുക്ക് ഉൾപ്പെടുത്താം. ഇമേജിന് വേണ്ടിയിട്ട് നമ്മൾ ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി അതിനകത്ത് ഉണ്ടായിരിക്കും.
ബുക്സിനെ കുറിച്ചുള്ള ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇനി മറന്നു പോകാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ബുക്കിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മൾ ഒരു ഫീൽഡ് നെയിമിനെ എന്ത് ചെയ്യുക, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഫീൽഡ് നെയിം ആവർത്തിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയയുടെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതിനെയാണ് സാധാരണയായിട്ട് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ബുക്ക് നമ്പേഴ്സ്, നെയിം, ഓതർ, ബുക്ക് പ്രൈസ്, ഡേറ്റ് ഓഫ് പർച്ചേസ്, ദെൻ കാറ്റഗറി, ഇമേജ് എന്നിവയിൽ ഏറ്റവും ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ബുക്ക് നമ്പറിനാണ്. ബുക്കിന്റെ നെയിം ഒക്കെ ചിലപ്പോൾ ഡബിളിംഗ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഒരിക്കലും പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഓതർ എന്ന് പറയുന്ന ഒരു ഓതർ തന്നെ എഴുതിയ ഒന്നിലധികം ബുക്സ് ഉണ്ടാകാം. അപ്പൊ നമുക്ക് അതിനെയും പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ബുക്കിന്റെ പ്രൈസ് കോമൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഡേറ്റ് ഓഫ് പർച്ചേസ് ഒരുപോലെ വരാൻ സാധ്യതയുണ്ട്. കാറ്റഗറി നോവൽ അല്ലെങ്കിൽ പോയംസ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ എന്താണ് ഒരേപോലെ വരാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ചിത്രത്തിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു യുണീക്ക് ഐ ഡി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്ന ബുക്ക് നമ്പർ വെച്ചായിരിക്കും. ആ ബുക്ക് നമ്പർ എന്ന് പറയുന്ന ഒരിക്കലും പിന്നീട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ആ ബുക്ക് നമ്പർ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഫീൽഡ് നെയിമിന്റെ ഇടത് ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആരോ കീയുടെ അടുത്തേക്കായിട്ട് നമ്മൾ ഇതിനെ കർസറിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് പ്രൈമറി കീ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടേബിളിനെ ഫയൽ എടുത്ത് പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള പേരെടുത്ത് സേവ് ചെയ്യുക. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിൾ ആക്കിയാണ് ബുക്കിന്റെ ഡീറ്റെയിൽസ് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ, ടേബിൾസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി തന്നിരിക്കുന്ന ബുക്സിന്റെ ഡീറ്റെയിൽസ്, ഇത്രയും ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റാബേസിൽ ഫോംസ് തയ്യാറാക്കി നോക്കാം. അപ്പൊ ഈ ഫോംസ് ഡേറ്റാബേസിൽ എങ്ങനെയാണ് അടുത്തതായിട്ട് ഫോംസ് തയ്യാറാക്കി വെക്കുക എന്നുള്ള കാര്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതിനായി ഡേറ്റാബേസിന്റെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഡേറ്റാബേസ് പാനലിലുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഫോംസ് ക്ലിക്ക് ചെയ്യുക. ഫോംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരും. അതിൽ ടാസ്ക് പാനലിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, ക്രിയേറ്റ് ഫോർ ഇൻ ഡിസൈൻ വ്യൂ ആൻഡ് യൂസ് ഡിസൈഡ് ടു ക്രിയേറ്റ് ഫോം. അപ്പൊ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കൃത്യമായിട്ടും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇപ്പൊ ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ഫീൽഡ്സ് ആണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഫീൽഡ് സെലക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫീൽഡ് സെലക്ഷനിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ആവശ്യമുണ്ട്. എല്ലാ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബുക്സിന്റെ പേര്, അതുപോലെ തന്നെ നമ്പർ, ഓതർ, പ്രൈസ്, പർച്ചേസ്, കാറ്റഗറി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ തന്നിരിക്കുന്ന ഡബിൾ ആരോ മാർക്സിനെ എടുത്ത് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഒരുമിച്ച് തന്നെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ആസ് സബ് ഫോം. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന അറേഞ്ച് കൺട്രോൾസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഫോംസിനെ ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ സെറ്റ് ഡേറ്റ എൻട്രി ആണ്. അതിലും പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല. അടുത്ത അപ്ലൈ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. അതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്റ്റൈല് അല്ലെങ്കിൽ കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. എട്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് നെയിം ആണ്. നമുക്ക് നെയിം കൃത്യമായിട്ട് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ആദ്യം കൊടുത്തു ബുക്ക് ഡീറ്റെയിൽസ് ടേബിൾ 1 എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അത് ടേബിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചു. രണ്ടാമത്തെ ഫോമിൽ കൊടുക്കുമ്പോഴത്തേക്ക് ടേബിൾ ഫോം എന്നുള്ള അണ്ടർസ്കോർ കൊടുത്തിട്ട് ഫോം എന്നുള്ള പേര് കൂടെ അറ്റാച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫോംസിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാം. അപ്പൊ ആ രീതിയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പൊ നമുക്കൊരു ഫോം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഡിസൈനും പാറ്റേണും ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഫോമിലേക്ക് എന്ത് ചെയ്യുക, ആവശ്യമുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ബുക്കിന്റെ നമ്പർ കൊടുക്കുക. അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു നമ്പർ ആയിരിക്കും കൊടുക്കേണ്ടുന്നത്. അപ്പോൾ അതിൽ ബുക്കിന്റെ നെയിമിന്റെ സ്ഥാനത്ത് നെയിം കൊടുക്കുക, ഓതറിന്റെ പേര് കൊടുക്കുക, പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, ഡേറ്റ് ഓഫ് പർച്ചേസ് എത്രയാണോ അത് കൊടുക്കുക, ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് കൊടുക്കുക. ഇമേജ് വരുമ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ആവശ്യമായിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇമേജസ് ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട്
ഏതെങ്കിലുമൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ കുറച്ച് ചിത്രങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇമേജ് എന്ന് പറയുന്ന ആ സ്ക്വയറിലേക്ക് വെച്ചിട്ട് അവിടെ വെച്ച് ഇൻസേർട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് എവിടെയാണോ അവിടെയുള്ള പിക്ചേഴ്സ് വരുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇനി അടുത്ത ഫോം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മുടെ സിസ്റ്റത്തിലെ ടാബ് കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ